അൻവറിന്റെ ചാട്ടം പിഴച്ചോ? അൻവറിനും വരാൻ പോകുന്നത് ആർ സെൽവരാജിന്റെ ഗതിയോ? LDF പാളയം വിട്ട് UDFുമായി സഹകരിച്ചു പോകാൻ നീക്കുപോക്ക് നടത്തുന്ന അൻവറിന് ലക്ഷ്യം കാണാൻ കഴിയുമോ? മുഖ്യമന്ത്രി പിണറായി വിജയനെയും LDF സംവിധാനത്തെയും ഒക്കെ വെല്ലുവിളിച്ച PV അൻവർ നടത്തിയ എടുത്തുചാട്ടം അക്ഷരാർത്ഥത്തിൽ ഗുണം ചെയ്യുമോ എന്നതാണ് പല കോണുകളിൽ നിന്നും ഉയരുന്ന ചോദ്യം. LDF സ്വതന്ത്രൻ എന്ന നിലയിലാണ് PV അൻവർ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച MLA ആയത്. അതുവരെ കോൺഗ്രസിന്റെ ഉറച്ച കോട്ടകളിൽ ഒന്നായിരുന്നു നിലമ്പൂർ മണ്ഡലം. ആ കോട്ട തകർത്തുകൊണ്ടാണ് PV അൻവർ 2 പ്രാവശ്യം തുടർച്ചയായി നിലമ്പൂരിന്റെ MLA ആയത്. അതുകൊണ്ട് തന്നെ LDF മുന്നണിക്കും പ്രത്യേകിച്ച് CPMനും ഏറെ സ്വീകാര്യനായിരുന്നു അൻവർ. എന്നാൽ ഇപ്പോൾ അവരുമായി ഇടഞ്ഞ് നിലമ്പൂരിലെ MLA സ്ഥാനവും രാജിവെച്ച UDFിലേക്ക് ചേക്കേറാനുള്ള ശ്രമത്തിലാണ് അൻവർ. നിലവിൽ ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയുടെ സഖ്യകക്ഷിയായ തൃണമൂൽ കോൺഗ്രസിന്റെ കേരളത്തിലെ പ്രമുഖ നേതാവായിട്ടാണ് അൻവർ പ്രവർത്തിക്കുന്നത്. MLA സ്ഥാനം രാജിവെച്ച് നാളിതുവരെ ആയെങ്കിലും PV അൻവറിന്റെ UDF പ്രവേശനം ഇന്നും അനിശ്ചിതത്വത്തിലാണ്. UDF പ്രവേശനവുമായി ബന്ധപ്പെട്ട് പല വഴിക്ക് ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ഇതുവരെ അതിനൊരു തീരുമാനവുമായിട്ടില്ല. ഈ അവസരത്തിലാണ് ഇതുപോലെ മറുകണ്ഠം ചാടിയ ഒരു മുൻ CPM MLA കുറിച്ചുള്ള ചർച്ചകൾ ഉയർന്നു വരുന്നത്. ഇന്ന് അദ്ദേഹത്തെ അധികം ആരും ഓർക്കുന്നുകൂടി ഉണ്ടാകില്ല. അതാണ് നെയ്യാറ്റിൻകരയുടെയും പാറശാലയുടെയും ഒക്കെ മുൻ MLAയും ഒരു കാലത്ത് തിരുവനന്തപുരം ജില്ലയിലെ CPMന്റെ കരുത്തനായ നേതാവുമായിരുന്ന ആർ സെൽവരാജ്. അൻവറിനും സെൽവരാജിനും ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. PV അൻവർ CPM സ്വതന്ത്രനായിരുന്നെങ്കിൽ സെൽവരാജ് കറകളഞ്ഞ CPM കാരനായിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാർ ചെറിയൊരു ഭൂരിപക്ഷത്തിന് അധികാരമേറ്റപ്പോൾ ആ സർക്കാരിനെ ഒന്നുകൂടി ഭൂരിപക്ഷത്തിൽ ഉറപ്പിച്ചു നിർത്താൻ ഒരു സുപ്രഭാതത്തിൽ CPIMൽ നിന്നും MLA സ്ഥാനത്തു നിന്നും രാജിവെച്ച UDF പാളയത്തിലെത്തിയ രാഷ്ട്രീയ നേതാവായിരുന്നു ആർ സെൽവരാജ്. സെൽവരാജിനെ അന്ന് CPMൽ നിന്ന് രാജിവെപ്പിച്ച കോൺഗ്രസ് പാളയത്തിലേക്ക് കൊണ്ടുവരാൻ PC ജോർജാണ് മുൻകൈ എടുത്തതെന്നുള്ള വാർത്തകൾ അക്കാലത്ത് പ്രചരിച്ചിരുന്നു. സെൽവരാജിന്റെ അന്നത്തെ ആ രാഷ്ട്രീയ നീക്കം ശരിക്കും രാഷ്ട്രീയ കേരളത്തെ ആകമാനം ഞെട്ടിച്ച ഒന്നായിരുന്നു. അൻവറിനെ പോലെ ആയിരുന്നില്ല സെൽവരാജ്. അദ്ദേഹം CPIM മെമ്പർ ആയിരുന്നു. ദീർഘകാലം CPIMന്റെ പാറശാല ഏരിയ സെക്രട്ടറി ആയിരുന്നു. CPIM ജില്ലാ കമ്മിറ്റി മെമ്പറുമായിരുന്നു. സെൽവരാജ് ആദ്യമായി പാറശാല മണ്ഡലത്തിൽ നിന്നാണ് LDF സ്ഥാനാർത്ഥിയായി നിയമസഭയിലേക്ക് മത്സരിക്കുന്നത്. എന്നാൽ അന്ന് UDFിലെ സുന്ദരൻ എന്ന സ്ഥാനാർത്ഥിയോട് പരാജയപ്പെട്ട സെൽവരാജ് തൊട്ടടുത്ത തിരഞ്ഞെടുപ്പിൽ, അതായത് 2006 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അതേ സുന്ദരൻ എന്ന സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി CPM പ്രതിനിധിയായി കേരള നിയമസഭയിലെത്തുകയായിരുന്നു. തുടർന്ന് 2011 നെയ്യാറ്റിൻകര മണ്ഡലത്തിൽ UDFിലെ തമ്പാനൂർ രവിയെ പരാജയപ്പെടുത്തി 6000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച സെൽവരാജ് 2012 മാർച്ച് 9-നാണ് CPIMൽ നിന്ന് രാജിവെച്ചത്. ആത്മഹത്യ ചെയ്യേണ്ടി വന്നാലും UDFിൽ ചേരില്ല എന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ച ദിവസങ്ങൾക്കുള്ളിൽ മറുകണ്ഠം ചാടിയ സെൽവരാജിനെ രാഷ്ട്രീയ കേരളം ഇപ്പോഴും ഓർക്കുന്നുണ്ടായിരിക്കും. അധികം താമസിയാതെ സെൽവരാജ് UDF പാളയത്തിലെത്തി. തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച സെൽവരാജ് വിജയിക്കുകയും ചെയ്തു. എന്നാൽ 2016 നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നെയ്യാറ്റിൻകര മണ്ഡലം സെൽവരാജിന്റെ കയ്യിൽ നിന്നും LDF തിരിച്ചുപിടിച്ചു. അവിടെ അവസാനിച്ചു സെൽവരാജിന്റെ രാഷ്ട്രീയ ജീവിതം. ചിന്തിച്ചാൽ PV അൻവറിന്റെ അവസ്ഥയും അതേപോലെ തന്നെയാണ് പോകുന്നതെന്ന് മനസ്സിലാക്കാം. ആര്യാടൻ മുഹമ്മദ് എന്ന മുൻ കോൺഗ്രസ് നേതാവ് കുത്തകയാക്കി വെച്ചിരുന്ന നിലമ്പൂർ മണ്ഡലം തന്റെ കാലശേഷം മകൻ ആര്യാടൻ ഷൗക്കത്തിന് ആയിരിക്കണമെന്ന താല്പര്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതിനെ വെല്ലുവിളിച്ച് രംഗത്തെത്തിയ മുൻ കോൺഗ്രസ് നേതാവ് കൂടിയായ PV അൻവറെ LDF പിന്തുണ കൊടുത്ത് സ്ഥാനാർത്ഥിയാക്കി മത്സരിച്ച് MLA ആക്കുകയായിരുന്നു. ആദ്യത്തെ തിരഞ്ഞെടുപ്പിൽ അൻവർ തോൽപ്പിച്ചത് ആര്യാടൻ മുഹമ്മദിന്റെ മകൻ ആര്യാടൻ ഷൗക്കത്തിനെയാണ്. പിന്നീട് അവിടെ അൻവറിന്റെ പരാജയം ഏൽക്കേണ്ടി വന്നിട്ടില്ല. ആ അൻവറാണ് ഇന്ന് UDF പ്രവേശനവും കാത്ത് അവരുടെ വാതിൽക്കൽ കാവൽ കിടക്കുന്നത്. ഇത് ഒരു രാഷ്ട്രീയ ആത്മഹത്യയായി മാറുമോ എന്നതാണ് നോക്കിക്കാണേണ്ടത്. ഇന്ന് രാഷ്ട്രീയ കേരളത്തിന്റെ ഓർമ്മയിൽ പോലും ആർ സെൽവരാജ് എന്ന നേതാവില്ല. ഒരു പ്രബല ഭരണവർഗ പാർട്ടിയിൽ ചേക്കേറിയിട്ട് പോലും അദ്ദേഹത്തിന് രാഷ്ട്രീയമായി നിലനിൽക്കാൻ കഴിഞ്ഞില്ല. സെൽവരാജ് എവിടെയാണെന്ന് കോൺഗ്രസുകാർക്ക് പോലും അറിയാൻ മേലാതെയായിരിക്കുന്നു. ആരും ഓർമ്മിക്കുന്നുമില്ല. ഒരിടത്തും എത്തിപ്പെടാൻ പറ്റിയില്ലെങ്കിൽ PV അൻവറിന്റെ ഗതിയും ഇതുതന്നെയാകാനാണ് സാധ്യത. അൻവറും സെൽവരാജും ഒരു കാലത്ത് എങ്ങനെ നടന്ന നേതാക്കളായിരുന്നെന്നും ഓർക്കണം. CPIM വിട്ടുപോകുന്നവർക്ക് CPIMന്റെ രാഷ്ട്രീയ തന്ത്രങ്ങളെ കൂടെ അതിജീവിക്കാൻ ശേഷിയുണ്ടാകണം. അതില്ലാത്തവർ അതിന് തുനിയുന്നത് രാഷ്ട്രീയ മണ്ടത്തരമാണെന്ന് പറയാതിരിക്കാൻ വയ്യ. വളർത്തി വലുതാക്കിയ സ്വന്തം പാളയം വിട്ട് മറുചേരിയിലേക്ക് എടുത്തു ചാടുന്നവർക്കെല്ലാം ഇതൊരു പാഠമാകട്ടെ. ഉടനെ ഒരു നിലമ്പൂർ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഉണ്ടാകാം. അതിൽ PV അൻവറിനുള്ള റോൾ എന്താണെന്ന് കാത്തിരുന്ന് കാണാം. നിലമ്പൂർ തിരഞ്ഞെടുപ്പ് ഫലം അനുസരിച്ചാകും PV അൻവറിന്റെ രാഷ്ട്രീയ ഭാവി തീരുമാനിക്കപ്പെടുക.
അൻവറിന്റെ പക്ഷം ജയിച്ചാൽ ഹീറോ, ഇല്ലെങ്കിൽ സീറോ.